ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ മുഖത്ത് നോക്കി തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആഹാ ചെയ്യാത്ത കുറ്റത്തിന് സാർ എന്നോട് സോറി പറയാൻ വേണ്ടി പറയണത്. അങ്ങനെ സോറി പറഞ്ഞിട്ട് എനിക്ക് ഈ മോതിരം വേണ്ട സാർ, സാർ തന്നെ അത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുവാണ്. അത് കേൾക്കുമ്പോൾ അശ്വിൻ ആകെ ചമ്മി പോകുവാട്ടോ. അശ്വിൻ അങ്ങനെ തന്നെ ശ്രുതിയുടെ ദേഷ്യത്തോട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി അങ്ങനെ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും അമ്മായിയുടെ ഫോൺ വരുന്നുണ്ട്. അമ്മായിയാണല്ലോ വിളിക്കേണ്ടത്. എന്നാലും ശ്രുതി ഫോൺ എടുക്കുക കേട്ടോ. ഹലോ അമ്മായി പറ. ശ്രുതി നിനക്ക് ആ മോതിരം കിട്ടിയോ എന്ന് ചോദിക്കുവാണ്. അത് അമ്മായി എന്താ ഞാൻ ചോദിച്ചത്, നിനക്ക് മറുപടിയില്ലേ? നീ എന്താ അവിടെ എത്തിയപ്പോഴേക്കും ആ മോതിരം അന്വേഷിക്കേണ്ട കാര്യം മറന്നുപോയോ? നീ മറന്നുപോയിട്ടുണ്ടാവും, നിനക്ക് അത്രയ്ക്ക് ഉത്തരവാദിത്വമല്ലേ ഉള്ളത്. അല്ലെങ്കിലും നീ ആ മോതിരം അന്വേഷിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ പോകുമ്പോൾ നീ വേറെ വല്ല പണിയിലും പോയിട്ടുണ്ടാകും. ഇല്ല അമ്മായി, ഞാൻ അന്വേഷിച്ചായിരുന്നു, ഇവിടെ മൊത്തം അന്വേഷിച്ചായിരുന്നു, ആ മോതിരം കിട്ടിയില്ല അമ്മായി. എൻ്റെ ഭഗവാനെ കൃഷ്ണ, ഞാൻ എന്തീ കേൾക്കണത്? ആ മോതിരം കിട്ടിയില്ലെന്നോ? എടി പെണ്ണെ, നീ അവിടുത്തെ ആർക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പം ശ്രുതി ഒന്നും മിണ്ടില്ല കേട്ടോ. എടി ഞാൻ നിന്നോടാ ചോദിച്ചത്, എടി കുരുത്തം കേട്ടവളെ, നീ അവിടെ ആർക്കെങ്കിലും ചോദിച്ചോ മോതിരം കിട്ടിയോയിരുന്നെന്ന്? ഇല്ല ഇല്ല അമ്മായി ചോദിച്ചില്ല. നീ ചോദിക്കില്ല, അല്ലെങ്കിലും ഈ വിവാഹ നിശ്ചയം നടത്തിയത് എൻ്റെ നിർബന്ധപ്രകാരമാണല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ലോ നീ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. എടി നിന്നെ ചത്തുപോയ തള്ളേൻ തന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? അതെ, ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? നിന്റെ ആ തള്ളേൻ തന്തയായിരുന്നെങ്കിൽ നീ ഇതുപോലെ പെരുമാറായിരുന്നു അവരുടെ അടുത്ത്. ഇപ്പം ഞാനായിട്ട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ, അങ്ങനത്തെ രീതിയിലായിട്ടാണ് നമ്മുടെ അമ്മായി സംസാരിക്കുന്നത്. ശ്രുതിക്കടുത്ത് വലത്ത് വിഷമം തോന്നുന്നുണ്ട്. അമ്മായി പറയണ്ടേ, നോക്ക് ശ്രുതി, ഞാൻ ഒരു കാര്യം പറയാം. ആ മോതിരം നീ എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ എനിക്ക് വയ്യ ഷാമോനോട് അതിൻ്റെ മറുപടി പറയാനായിട്ട്. ആ മോതിരം എവിടെ പോയി ചോദിച്ചാൽ ഞാൻ ഷാമോനോട് എന്ത് പറയും? ഞാനാകെ നാണം കെട്ടുപോകും. ശ്രുതി, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ആ മോതിരം എവിടെ നിന്നാണെങ്കിലും നീ തപ്പിപ്പിറക്കിക്കൊണ്ട് വരണം. പിന്നെ നീ ആ വീട്ടിൽ ആർക്കെങ്കിലും ചോദിച്ചു നോക്ക്, ചിലപ്പോൾ ആ മോതിരം അവർക്കത് കിട്ടിയിട്ടുണ്ടാകും. നീ ചോദിച്ചാൽ അവരത് തരും. നിനക്കത് വേണമെന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ നീ ചോദിക്കാത്തത്. ഇല്ല അമ്മായി, ഞാൻ ചോദിക്കാം. ശരി, ആ മോതിരമായിട്ട് നീ വരാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ, എടി കുരുത്തം കേട്ടവളെ, നിന്നോടാ പറഞ്ഞത് കേട്ടോ? കേട്ടു അമ്മായി. ശരി, ഫോൺ വെക്ക്, മോതിരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാനായിട്ട്, അല്ലെങ്കിലേ നീ ഇങ്ങോട്ടേക്ക് വരണ്ട, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മായി ഫോൺ വെക്കുക. അത് കേൾക്കുന്ന ശ്രുതിക്ക് വരാത്ത വിഷമം തോന്നും കേട്ടോ. ശ്രുതിയുടെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുക. എന്തെങ്കിലും ആവട്ടെ, അശ്വിനോട് സോറി പറയാമെന്ന് വെച്ച് ശ്രുതി മുകളിലേക്ക് പോകുവാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതി പറഞ്ഞ ഡയലോഗൊക്കെ ആലോചിച്ചുകൊണ്ട് ദേഷ്യം വന്നിട്ട് ആ മോതിരം എടുത്തിട്ട് വലിച്ചെറിയാൻ വേണ്ടി ഇങ്ങനെ കൈ പൊക്കുമ്പോഴാണ് ശ്രുതി വരുന്നത്. അയ്യോ സാർ, കളയല്ലേ, സോറി എന്ന് പറഞ്ഞിട്ട് കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരുക കേട്ടോ. സോറി ക്ഷമിക്കണം സാർ, സോറി ക്ഷമിക്കണം സാർ, ഞാൻ എൻ്റെ അവിവേകം കൊണ്ട് പറഞ്ഞു പോയതാ. ആ മോതിരം എനിക്ക് വേണം സാർ. സാറിനോട് ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും സോറി പറയാം. സാർ പറഞ്ഞാൽ മതി, ഞാൻ സോറി പറയാം സാർ. സാർ, ആ മോതിരം എനിക്ക് വേണം സാർ, പ്ലീസ് സാർ, ആ മോതിരം എനിക്ക് താ സാർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതി പൊട്ടിക്കരഞ്ഞു പോകുക കേട്ടോ. അയ്യോ ശ്രുതി, താനെന്തിനെ കരയണത്? എടോ, ഞാൻ തന്നെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ മനഃപൂർവ്വം പറഞ്ഞതല്ല. എനിക്കെന്തിനാണ് ഈ മോതിരം? തൻ്റെ മോതിരം എനിക്കെന്തിനാ? താൻ ഈ മോതിരം പിടിച്ചോ എന്ന് പറയാണ് ശ്രുതി. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. താനിങ്ങനെ കരയിലിടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മോതിരം കയ്യിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി കണ്ണക്കിന് തുടക്കുന്നുണ്ട്. തന്നെ മോതിരം ഇട്ടോ, പേടിക്കണ്ട കേട്ടോ എന്ന് അശ്വിൻ പറയാണ്. അങ്ങനെ ശ്രുതി ആ മോതിരം എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഏത് വിരലിലിടണമെന്ന് ശ്രുതി മറന്നുപോയി കേട്ടോ. കാരണം കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്ന് ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും ശ്രുതിയുടെ കയ്യൊക്കെ വിറയ്ക്കുവാണ്. ഈ വിരലിടണോ എന്ന് വെച്ചാൽ ശ്രുതി ഇങ്ങനെ ഇടാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ വിചാരിക്കണം, ഇവളെന്തേ കാണിക്കണത്, മോതിരം എന്താ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ മോതിരം വാങ്ങിക്കുവാണ്. അതിനുശേഷം ശ്രുതിയുടെ കൈ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ശ്രുതിയുടെ കയ്യിലേക്ക് കുറച്ചേരം ഇങ്ങനെ നോക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി, ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അശ്വിൻ ആ മോതിരവിരലിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. അപ്പോഴാണ് ശ്രുതി ആലോചിക്കുന്നത്, ആ മോതിരം ശ്യാം ഇട്ട കാര്യം. അന്ന് വിവാഹം നിശ്ചയത്തിൻ്റെ സമയത്ത്, അതായത് വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് ശ്യാം ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ തൻ്റെ കയ്യിലേക്കിട്ട ആ നിമിഷത്തെക്കുറിച്ച് ശ്രുതി ഒന്ന് ആലോചിച്ച് പോവാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി പെട്ടെന്ന് കൈ പുറകിലേക്ക് വലിക്കുവാണ്. എന്താ ശ്രുതി, എന്താ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, സാർ ഈ മോതിരം ഇടാൻ പാടില്ല സാർ ഒരിക്കലും എനിക്ക് ഈ മോതിരം ഇട്ട് തരാൻ പാടില്ല. അതെന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, അത് സാർ, ഈ മോതിരം എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എൻ്റെ കയ്യിലിട്ട മോതിരമാണ്, എൻ്റെ വിവാഹ നിശ്ചയ മോതിരമാണ് സാർ ഇത്. എന്താ നീ പറഞ്ഞത്? അതെ സാർ, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, എൻ്റെ വിവാഹ നിശ്ചയ മോതിരമാണ് സാർ അത് എന്ന് പറയുമ്പോൾ അശ്വിന് കുറച്ചു നേരം പെട്ടെന്ന് ആ ഒരു സെക്കൻഡ് എന്ത് സംഭവിക്കുന്ന അറിയാതെ അശ്വിൻ കുറച്ചു നേരം പകച്ചു നിൽക്കുക കേട്ടോ. അശ്വിൻ്റെ കണ്ണൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നിറയുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ആ മോതിരം അശ്വിൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണ് പോകുവാണ്. അങ്ങനെ അഞ്ജലി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ മോതിരം കയ്യിലേക്ക് എടുക്കുവാണ് അഞ്ജലി. ഈ മോതിരം നീ ഇതുവരെ ശ്രുതിക്ക് കൊടുത്തില്ലേ? അത് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും വഴക്കായിട്ടുണ്ടാവുമല്ലേ? ഇന്ന ശ്രുതി മോതിരം എന്ന് പറഞ്ഞിട്ട് മോതിരം ഇങ്ങനെ ശ്രുതിക്ക് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുമ്പോൾ അഞ്ജലി ചോദിക്കണ്ടേ, എന്ത് പറ്റി ശ്രുതി, ഈ മോതിരം നിനക്ക് നിന്റെ അമ്മായി സമ്മാനിച്ചതാണോ അതോ നിന്റെ അച്ഛൻ തന്നതാണോ?
ഇത് രണ്ടുപേരും തന്നതല്ല മാഡം. പിന്നെ ആര് തന്നതായി മോതിരം? ഇത് എൻ്റെ വിവാഹ നിശ്ചയ മോതിരമാണ് മാഡം. വിവാഹ നിശ്ചയ മോതിരമോ? നിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു ശ്രുതി? കഴിഞ്ഞു മാഡം, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് എൻ്റെ വിരലിൽ എണീച്ച മോതിരമാണ് വേണ്ടത്. കേട്ടോ കുഞ്ഞിവള് പറയണത്? ശ്രുതി, നീ തമാശ പറയണമെന്നല്ലോ, സത്യമായിട്ട് നിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു മാഡം. ഞാനിതിനാ മാഡത്തിനോട് കള്ളം പറയണത്. ഓ, ഇത് വളരെ സർപ്രൈസ് ആയി പോയല്ലോ. എന്നിട്ട് നീ സത്യം ഞങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചോലോ. കൊള്ളാട്ടോ ശ്രുതി, നീ ഈ കാര്യം ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലേ? എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ വിവാഹ നിശ്ചയം വിളിക്കണമെന്ന് വെച്ചിട്ടാണോ നീ പറയാതിരുന്നത്? എന്നാൽ നിന്നെ സമ്മതിച്ചിരിക്കുന്നു, നീ കാര്യം സാധിച്ചല്ലോ ശ്രുതി. വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ. ആട്ടെ, ആളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഒന്ന് പറഞ്ഞേ. ആളെന്ത് ചെയ്യുക, ആളെവിടുത്തെ കാരന്, ആളുടെ പേരെന്താ, ആളുടെ ജോലി എന്താ, ഇപ്പം ആളെവിടെയുണ്ട്, എല്ലാം പറ. എല്ലാം ഞങ്ങൾക്ക് കേൾക്കണം. അല്ലെങ്കിൽ വേണ്ട, നിലത്തേക്ക് വാ. മുത്തശ്ശി എല്ലാവരോടെ കാത്തിരിക്കുക. എല്ലാവരുടെ മുമ്പിൽ നമുക്ക് ഈ സർപ്രൈസ് പൊട്ടിക്കാം. വാ ശ്രുതി, മേഡം നടന്നു, ഞാൻ വരാം എന്ന് ശ്രുതി പറയാണ്. ശരി, പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോകുക കേട്ടോ. അങ്ങനെ ശ്രുതി നിലത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും അശ്വിൻ വിളിക്കുകയാണ്. ശ്രുതി, നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ സർ? ശ്രുതി, നീ പറഞ്ഞ സത്യമാണോ? നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു സർ. പിന്നെ എന്തുകൊണ്ട് നീ ഇത് എന്നോട് പറഞ്ഞില്ല? നീ ഇത് ആദ്യം പറയേണ്ടത് എൻ്റെ അടുത്തായിരുന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അമ്മായി ഫോണിലേക്ക് വിളിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി ഫോൺ എടുക്കുവാണ്. ഹലോ അമ്മായി എന്ന് പറയുമ്പോൾ അശ്വിൻ വീണ്ടും ഒച്ചെടുക്കുകയാണ്. ശ്രുതി എന്ന് പറയുമ്പോഴേക്കും അമ്മായി പറ അമ്മായി എന്ന് പറയുമ്പോൾ ആ ഫോൺ മേടിച്ചിട്ട് നമ്മുടെ അശ്വിൻ ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഈ കാര്യം ഞാനല്ല ആദ്യം അറിയേണ്ടത്. നീ എന്താ എന്നോട് പറയാത്തത് എന്താ ശ്രുതി എന്ന് ചോദിച്ചിട്ട് ശ്രുതിനെ പിടിച്ച് തള്ളുക കേട്ടോ. സാർ എന്തൊക്കെയാണ് കാണിക്കണത്? സാർ എന്താ സാർ സംഭവിച്ചത്? ശ്രുതി ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നിലത്തുനിന്ന് വിളിക്കുക കേട്ടോ. ദേ മുത്തശ്ശൻ നിന്നെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ സർ എന്നെ വിട് സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ഓടിപ്പോകുകയാണ്. നിലത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയണ്ട, അമ്മേ ഇത് ആരാ വരുന്നത് നോക്കിക്കേ, മണവാട്ടി പെണ്ണും. നീ ആള് കൊള്ളാലോ, വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറയാതിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട്, എന്നാലും എന്താ ശ്രുതി മോളെ ഞങ്ങൾക്ക് പറയാതിരുന്നത്? ഞങ്ങളെയൊക്കെ വിളിക്കണോ വെച്ചിട്ടുള്ള മടി കൊണ്ടിട്ടായിരിക്കോ? എന്നാലും ഇത് വല്ലാത്ത ചതിയായി പോട്ടോ. ശ്രുതിയുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പറയാതിരുന്നല്ലോ. അത്രക്ക് അന്യരാണ് ഞങ്ങൾ. അല്ലെങ്കിലും ഇവളങ്ങനെയല്ലേ അമ്മേ, ഇവളങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ സാഹചര്യക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ മനോരമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കണ്ട്. ശ്യാമായിട്ട് വിളിക്കണത്. അപ്പോഴേക്കും നമ്മുടെ ലാവണ്യ ശ്രുതിയുടെ ഫോണിൽ ആരും വിളിക്കുന്നുണ്ടല്ലോ, കെട്ടാൻ പോകുന്ന ആളായിരിക്കും വിളിക്കണേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കാം കേട്ടോ. ഞാനൊന്ന് സംസാരിക്കട്ടെ ആളെടുത്ത്. മേഡം ഫോൺ താ മേഡം. ഇല്ലില്ല, നിന്റെ കെട്ടാൻ പോകുന്ന ആളെ എനിക്കൊന്ന് സംസാരിക്കണം, ഒന്ന് പരിചയപ്പെടണം എന്ന് ലാവണ്യ പറയാണ്. അതിനുശേഷം ലാവണ്യ ഫോണായിട്ട് തട്ടിപ്പറിച്ചിട്ട് ഓടിപ്പോകുക കേട്ടോ. മേഡം നിൽക്കും മേഡം എന്ന് പറയുമ്പോൾ മുത്തശ്ശി മഞ്ജലിയൊക്കെ ചിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ലാവണ്യ ഓടിപ്പോകുകയാണ്. അപ്പോൾ അശ്വിൻ നിലത്തേക്ക് വരുന്നുണ്ട്. അശ്വിൻ്റെ അടുത്തേക്ക് പോയിട്ട് ലാവണ്യ പറഞ്ഞിട്ട്, ദേ സാർ ഇത് കണ്ടു, ശ്രുതിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, ദേ അവളെ ഫോൺ വിളിക്കുക, നമുക്കെടുത്ത് സംസാരിക്കാം എന്ന് പറയാണ്. ലാവണ്യ എന്തേ കാണിക്കണത്? ആ ഫോൺ അവൾക്ക് കൊടുക്ക് എന്ന് പറയണം. അപ്പോഴേക്കും ഫോൺ കട്ടായി പോകുക കേട്ടോ. അയ്യോ ഫോൺ കട്ടായി പോയല്ലോ എന്ന് പറയാണ്. ലാവണ്യയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കണം അശ്വിൻ. അതിനുശേഷം ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുമ്പോഴേക്കും ആ ഫോൺ നിലത്തേക്ക് വീഴാൻ പോവാട്ടോ. ലാവണ്യയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ നിലത്തേക്ക് വീഴാൻ പോവാണ്. അപ്പോൾ അശ്വിൻ ആ ഫോൺ പിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അഞ്ജലി ആ ഫോൺ മേടിച്ചിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. നിങ്ങൾ എന്താ കാണിക്കണത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടി പരസ്പരം മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.